ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു വിസ്ഡം അക്കാഡമി ക്ലാസ്സസ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ട്രിഗണോമെട്രി, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു 9th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് തീരെ കണ്ടുപരിചയമില്ലാത്തൊരു ചാപ്റ്ററാണ് അല്ലേ. പുതുതായി നിങ്ങൾ 10ൽ ആദ്യം പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. സോ കുറച്ച് വെയിറ്റേജ് കൂടുതലുമാണ് ഈ ട്രിഗണോമെട്രി, അതേമാതിരി തന്നെ ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. അപ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആദ്യമായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രി നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്, അതായത് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കുക. അപ്പം ഒരു മുകളിലൊരു ബേർഡ് പറക്കുകയാണ്, ഒരു പക്ഷി പറക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഐസൈറ്റ് നമ്മൾ മുകളിലേക്ക് നോക്കുക. അല്ലെങ്കിൽ നമ്മളൊരു വലിയ ബിൽഡിംഗ് ഒബ്സർവ് ചെയ്യാണ്, നമ്മൾ മുകളിലേക്കാണ് നോക്കുക അല്ലെ, ബിൽഡിങ്ങിൻ്റെ ഉയരം മുകളിലേക്കാണ് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നേരെ മുകളിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് അവിടെ എന്തുണ്ടാവുന്നു, ഒരു ആംഗിൾ ഉണ്ടാവുന്നു അല്ലെ. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആംഗിളിനെയാണ് എലിവേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തോന്നും എവിടെയാണ് നമ്മൾ ഈ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുന്നത്, ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. നമ്മൾ ആസ് എ ഹോൾ നമ്മൾ ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്കും താഴേക്കും നോക്കുന്നുണ്ട് അല്ലേ. അപ്പോഴൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അവിടെ ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ഡീൽ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ് തൊട്ടിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു പേഴ്സൺ നിൽക്കുകയാണ്. ആ ഒരു പേഴ്സൺ ഒന്നില്ലെങ്കിൽ മുകളിലേക്കുള്ള ഒരു പോയിന്റ് നോക്കുകയാണ്. സപ്പോസ് എന്തെങ്കിലും ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഒബ്സർവ് ചെയ്യാണ്, വിച്ച് ഇസ് അറ്റ് എ ടോപ്പ് പോർഷനിലുള്ള ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അയാളുടെ സൈറ്റ് എന്താണ് ചെയ്യുന്നത്, മുകളിലേക്കാണ് പോകുന്നത് അല്ലെ. അങ്ങനെയുള്ള ആംഗിളിനെയാണ്, സപ്പോസ് ദിസ് ഇസ് തീറ്റ, ഈ തീറ്റ എന്തായിരിക്കും, ആംഗിൾ ഓഫ് എലിവേഷൻ ആയിരിക്കും. അതായത് മുകളിലേക്ക് നോക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആംഗിൾ ഓഫ് എലിവേഷൻ. ആൻഡ് ഇഫ് ഹിസ് ലുക്കിംഗ് ഡൗൺവേർഡ്സ്, താഴേക്കാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് എർത്ത് വല്ലാതെ അല്ലെങ്കിൽ അയാളുടെ കണ്ണിന് താഴേക്കുള്ള ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആണ് അയാൾ ഒബ്സർവ് ചെയ്യുന്നത്, വിച്ച് ഇസ് ലൊക്കേറ്റഡ് അറ്റ് എ പോയിന്റ് ബി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെയും എന്തുണ്ടാവുന്നുണ്ട്, ഇത് θ1, ഇത് θ2 ആണെന്ന് വിചാരിക്കാം. ദിസ് ഈസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ താഴേക്ക് ഉണ്ടാവുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിപ്രഷൻ ആംഗിൾ എന്നുള്ളതും, ഒബ്സർവേഷൻ മുകളിലേക്കാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്നും പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇത് ആക്ച്വലി നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രിയിലാണ് ആവശ്യം വരിക. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യണേ എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇത് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരു മുകളിലത്തെ പൊസിഷനിൽ അല്ലെങ്കിൽ മുകളിലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇഫ് യു ആർ ഒബ്സർവിങ് ദാറ്റ് പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്, വി ആർ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് elevation. And if we are observing an object which is at a bottom position, it is making an angle of depression angle ആണ് അവിടെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ട്രിഗണോമെട്രി റേഷ്യോസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ട്രിഗണോമെട്രിയുടെ കുറച്ച് റേഷ്യോസ്, അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, കൊസിക് തീറ്റ, കോട്ട് തീറ്റ, അങ്ങനത്തെ കുറച്ച് ട്രിഗണോമെട്രിക് റേഷ്യോസ് മാൻഡേറ്ററി ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം പഠിക്കാൻ പോകുമ്പോൾ ട്രിഗണോമെട്രി ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഈ വേണ്ട ഫോർമുലാസ് ആദ്യം ഒരു നോട്ടിൽ എഴുതി വെക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഈ ഫോർമുലാസ് എഴുതി വെക്കുക മാത്രമല്ല ചെയ്യേണ്ട, ഫോർമുലാസ് പഠിക്കുക. ദിവസവും കുറച്ച് നേരം ആ ഫോർമുലാസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിന്നെ മറക്കുകയില്ല, നമുക്ക് എപ്പോഴും അത് ഓർമ്മ നിന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് പറയാനായിട്ട് ഐ എം കൺസിഡറിങ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കേട്ടോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സപ്പോസ് ഇറ്റ് ഈസ് ABC, ആംഗിൾ A 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഐ എം കൺസിഡറിങ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിച്ച് ഇസ് റൈറ്റ് ആംഗിൾ അറ്റ് ആംഗിൾ A, and I am taking
തീറ്റ ഹിയർ. ഓക്കെ, തീറ്റ നിങ്ങൾക്ക് ഇതർ ഇവിടെ എടുക്കാം അല്ലെങ്കിൽ ഇവിടെ എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെയാണ് തീറ്റ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ തീറ്റ എടുക്കുന്നത്. യു ക്യാൻ ടേക്ക് ഓൾസോ തീറ്റ ഹിയർ. തീറ്റ നിങ്ങൾക്ക് ഇവിടെയും യൂസ് ചെയ്യാം കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡുകൾ വ്യത്യാസം വരുന്നു മാത്രം. അങ്ങനെയാണ് ഈ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന ഈ സൈഡിന് നമുക്ക് എന്ത് പറയാം? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയാം. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡിന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡിന് നമുക്ക് ഹൈപ്പോടെന്യൂസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു 90 ഡിഗ്രി ട്രയാങ്കിളിൽ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എപ്പോഴും യൂസ് ചെയ്യുക. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ബിക്കോസ് ദ ഹൈപ്പോടെന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമുക്ക് ആകെ 90 ഡിഗ്രി ട്രയാങ്കിളിൽ മാത്രമാണ് കിട്ടുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഐ എം ഗോയിങ് ടു സ്പെസിഫൈ സൈൻ തീറ്റ, കോസ് തീറ്റ, cosec theta, tan theta, cot theta and sec theta. ഓക്കെ, സോറി, ഞാൻ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി തരാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിന്. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ആദ്യം നമുക്ക് ഇത് നോക്കാം കേട്ടോ. സൈൻ തീറ്റ. സൈൻ തീറ്റ ഫോർമുലയാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈൻ തീറ്റയുടെ ഫോർമുല നിങ്ങൾ പഠിക്കുക. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡ് വന്നു കഴിഞ്ഞു അല്ലേ. ഇനി ആരാ ഉള്ളത്? അഡ്ജസൻറ്റ് സൈഡ്. സോ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോർമുലാസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വയ്ക്കുക. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇനി ടാൻ തീറ്റ നിങ്ങൾക്ക് പഠിക്കണം എന്നില്ല. പഠിക്കാനൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാപ്പാടെ പഠിക്കേണ്ട. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ് കേട്ടോ. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. നിങ്ങൾ സൈൻ തീറ്റയും കോസ് തീറ്റയും തമ്മിലുള്ള റിലേഷൻ എടുക്കുകയാണെങ്കിൽ ഹൈപ്പോടെന്യൂസ് കോമൺ വരുന്നത് കാരണം അതെന്തായി പോവും? ക്യാൻസൽ ആയി പോവും. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ. സോ വി വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് tan theta is equal to opposite side by adjacent side. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ tan theta കാണാപ്പാഠം പഠിക്കുക. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അങ്ങനെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് tan theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിച്ചു വയ്ക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതേമാതിരി റിലേറ്റ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. നെക്സ്റ്റ് കൊസീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 ബൈ സൈൻ തീറ്റ ആണ്. ഓക്കെ, ഇപ്പോൾ 1 ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?